സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ. സാറ് ജെയിംസ് ബോണ്ടിൻ്റെ ഡൈ അനദർ ഡേ ആണോ ഏതോ ഒരു സിനിമ, ജെയിംസ് ബോണ്ടിൻ്റെ സിനിമ തന്നെയാണ്, അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഹോവർ ബോട്ട്, അതായത് ഈ റബ്ബർ വായു നിറച്ച ബോട്ട്, മറ്റേ ഫാൻ പോലൊരു സംഗതി മേളിലുണ്ട്, അതിലിങ്ങനെ അതിവേഗതയിൽ കുതിച്ച് നീങ്ങുന്ന ഒരു ദൃശ്യം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങ് കണ്ട് ശീലിച്ചിട്ടില്ല. പക്ഷേ അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതും കോസ്റ്റ് ഗാർഡിന് വേണ്ടി തയ്യാറാക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഈ പുതിയ അത്യന്താധുനിക ഉപകരണങ്ങളൊക്കെ നേവിക്ക് വേണ്ടിയിട്ടുള്ള സജ്ജമാക്കുമ്പോൾ കോസ്റ്റ് ഗാർഡിന് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് സാർ? തീർച്ചയായിട്ടും ഈ പ്രേം പറഞ്ഞ പോലെ ഹോളിവുഡ് സിനിമകളിലാണ് ഹോവർ ക്രാഫ്റ്റ് എന്ന അല്ലെങ്കിൽ ഹോവർ ബോട്ട്, അതല്ലെങ്കിൽ എയർ കുഷൻ വെസൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു തരം സ്പീഡ് ബോട്ട് നമ്മൾ കാണുന്നത്. ശരിക്കും ഇന്ത്യയിൽ അത് ഇതുവരെ നിർമ്മിക്കുന്നുണ്ടായിരുന്നില്ല. അത് നിർമ്മിക്കുന്ന കമ്പനികൾ, അതിന്റെ ടെക്നോളജി, ഹോവർക്രാഫ്റ്റ് ടെക്നോളജി ബ്രിട്ടന്, അതുപോലെ തന്നെ അമേരിക്ക, ജർമ്മനി, പിന്നെ എനിക്ക് ജപ്പാനും ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ വേറെ രാജ്യങ്ങൾക്കില്ല. ആദ്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഗോവയിലെ ഒരു സ്വകാര്യ കപ്പൽ നിർമ്മാണ കമ്പനിയായ ചൗഗ്ലെ ഷിപ്പ്യാർഡ് ആദ്യമായിട്ട് അത്തരമൊരു ഹോവർ ക്രാഫ്റ്റ് നിർമ്മിച്ചു. അവർക്ക് ബ്രിട്ടനിലെ ഒരു കമ്പനിയുമായിട്ട് ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ കരാറുണ്ടായിരുന്നു. അങ്ങനെ നിർമ്മിച്ച ആ ഹോവർ ബോട്ട് അല്ലെങ്കിൽ ഹോവർ ക്രാഫ്റ്റ് അവര് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കൈമാറി. അതൊരു നാഴികക്കല്ലാണ് ശരിക്കും ഇന്ത്യയുടെ ഈ നാവികസേന അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ ചരിത്രത്തിൽ. H-561 എന്നാണ് ഇപ്പോൾ ഇതിന്റെ പേര്. ഭാവിയിൽ അതിന് മറ്റൊരു പേര് ഉണ്ടാകുമായിരിക്കാം. കോസ്റ്റ് ഗാർഡിനെ ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോ കോസ്റ്റ് ഗാർഡിന് കൈമാറിയിരിക്കുന്നത്. ഇത് 6 ഉടൻ തന്നെ ഈ വരുന്ന മാസങ്ങളിൽ, എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസത്തിനുള്ളിൽ 6 ബോട്ടുകൾ, 6 ഇത്തരം ഹോവർ ക്രാഫ്റ്റുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഈ കമ്പനി കൈമാറും. അവർക്ക് ഇതിന്റെ ഓരോ ഹോവർ ക്രാഫ്റ്റിന്റെയും ചിലവ് അല്ലെങ്കിൽ വില ഏതാണ്ട് 387 കോടി രൂപയാണ്. 40 സൈനികർക്ക് ഇതിൽ സഞ്ചരിക്കാം. അതുപോലെ 8 ടൺ ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാധന സാമഗ്രികളോ ഒക്കെ ഇതിൽ കയറ്റാം. അവർ ഈ 40 സൈനികരോടൊപ്പം, യാത്രക്കാരോടൊപ്പം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കോസ്റ്റ് ഗാർഡിന് കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഡീപ്പ് വാട്ടറിൽ വലിയ പ്രസക്തിയില്ല ഇതിന്. അപ്പൊ നേവിക്ക് ഇതിന് അത്ര വലിയൊരു പ്രസക്തിയില്ല. പിന്നെ ഇത് ഷാലോ വാട്ടർ എന്ന് പറയുന്ന ആഴം കുറഞ്ഞ പ്രദേശങ്ങളില്, അതുപോലെ ചതുപ്പ് നിലങ്ങളില്, അതുപോലെ നദികളില്, ഇങ്ങനെയൊക്കെയുള്ള ഈ കാടും കണ്ടൽക്കാടുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, കാടും വെള്ളവുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഗുജറാത്തിലൊക്കെ സർക്രീക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്ന ചതുപ്പ് മേഖലകളാണ്. അവിടെ ഈ കണ്ടൽക്കാടുകൾ കടലിലോട്ട് വളർന്നു നിൽക്കുകയാണ്. ഇതിനിടെ കൂടെ ഒരു കപ്പലോ ബോട്ടോ ഒന്നും വരത്തില്ല. പക്ഷെ ഈ ഹോവർ ക്രാഫ്റ്റിന് ഇവിടെയൊക്കെ സഞ്ചരിക്കാം. ഇതിന്റെ ഹോവർ ക്രാഫ്റ്റിന്റെ പ്രത്യേകത, ഇത് ആദ്യം പ്രേം സൂചിപ്പിച്ചതുപോലെ ശരിക്കും ഒരു കുഷനിൽ നിന്നും ഫാൻ പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ ഫാൻ അതിശക്തമായ ഈ ഫാനുകൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു വലിയ എയർ ഫ്ലോ ഉണ്ട്. വായുവിന്റെ ഒരു കറണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ട് ആ വായുവിന്റെ കറണ്ട് ഇതിനെ താങ്ങി നിർത്തും. ഇത് യഥാർത്ഥത്തിൽ ജലോപരിതലത്തിൽ സ്പർശിക്കുന്നില്ല. ഒരു കുറച്ച് സെന്റിമീറ്റർ, 1 അടി 1.5 അടിയൊക്കെ പൊക്കത്തിലായിരിക്കും, വെള്ളത്തിന്റെ മുകളിലായിരിക്കും ഇത് സഞ്ചരിക്കുന്നത്. കരയിലൂടെ പോകുമ്പോഴും ഇത് മണ്ണിൽ സ്പർശിക്കില്ല, ഇത് ഉയർന്ന നിൽക്കും. ചതുപ്പ് നിലത്തിൽ ഇത് താഴെ സ്പർശിക്കാത്തത് കൊണ്ട് തന്നെ ചതുപ്പ് നിലങ്ങളിൽ ഇത് ആഴ്ന്നു പോവില്ല. അത് കാരണം ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കും, ഫ്ലോട്ട് ചെയ്യുകയാണ്. എന്നാൽ ഇത് വിമാനം പോലെ അല്ലെങ്കിൽ മറ്റ് ഹെലികോപ്റ്റർ പോലെ ഒന്നും അധികം ഉയരത്തിൽ പോവുകയും. അങ്ങനെയുള്ള ഈ ഹോവർ ക്രാഫ്റ്റ് ടെക്നോളജി ദൗർഭാഗ്യവശാൽ നമ്മുടെ കൈവശം ഇല്ലായിരുന്നു. ആ ടെക്നോളജിയുടെ അഭാവമാണ് ഇന്ത്യ ഇതുവരെ ഇത്തരം ഹോവർ ക്രാഫ്റ്റുകൾ ഉപയോഗപ്പെടുത്താതിരുന്നത്. അമേരിക്ക ടെക്നോളജി ആർക്കും കൊടുക്കില്ലായിരുന്നു. പക്ഷെ അതിപ്പോ ഒരു ബ്രിട്ടീഷ് കമ്പനിയുമായിട്ടുള്ള സഹകരണത്തോടു കൂടി ഇന്ത്യൻ കമ്പനി സ്വന്തമായിട്ട് നിർമ്മിച്ചു. ഇനി കോസ്റ്റ് ഗാർഡിനെ ശക്തിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പം അങ്ങനൊരു നിലപാടിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് സൈനികമായ വെല്ലുവിളി മാത്രമല്ല നമ്മുടെ തീരത്തൂടെ നമ്മൾ നേരിടുന്നത്. നമ്മളെ പല രീതിയിൽ നമുക്കെതിരെ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന പാകിസ്ഥാന്
അതുപോലെ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇവരൊക്കെ സ്വർണത്തിന്റെയും മയക്കുമരുന്നിന്റെയും കള്ളക്കടത്ത് വലിയ രീതിയിൽ നടത്തിയിട്ട് ഇന്ത്യൻ സമ്പദ്ഘടനയും ഇന്ത്യയുടെ സമൂഹത്തെയും തകർക്കുക എന്നൊരു ഗൂഢലക്ഷ്യം അവർക്കുണ്ട്. മുഖ്യമായിട്ടും ഈ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ ലക്ഷ്യമിട്ടിട്ടാണ് ഇപ്പോൾ ഹോവർക്രാഫ്റ്റ് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ആൾക്കാരും ശ്രദ്ധിച്ചു കാണും, കേരള സർക്കാർ ഇപ്പോ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു സജീവ പിന്തുണയോടെയാണ് ഇത് നടത്തുന്നത്. രാജ്യമെമ്പാടും, പ്രത്യേകിച്ച് കേരളം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, NDPS ആക്ട് അനുസരിച്ചുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എറണാകുളം കൊച്ചി നഗരത്തിലാണെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. നേരത്തെ പഞ്ചാബിലായിരുന്നത്, അതിപ്പോ കൊച്ചിയിലാണ്. അപ്പോ കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നിന്റെ ഭീകരമായ ഒരു അളവ്, അത് കേരളത്തിൽ വരുന്നത് കേരളത്തിൽ മാത്രം ഉപയോഗിക്കാനല്ല, കേരളത്തിനെ തകർക്കുക, അതോടൊപ്പം ഇന്ത്യയെ തകർക്കുക. അതുപോലെ സ്വർണം കള്ളക്കടത്ത്, അതുപോലെ തന്നെ തീവ്രവാദം, ഇത് മൂന്നും തമ്മിൽ ബന്ധമുണ്ട്. മൂന്നല്ല, നാലാമതൊരു ഘടകം കൊണ്ടുണ്ട്, ഹവാല. ഈ മയക്കുമരുന്ന് കച്ചവടക്കാര് ഈ രാജ്യാന്തര തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവര് മയക്കുമരുന്നിന്റെ ഇടപാട് ബാങ്ക് വഴിയല്ല പൈസ ട്രാൻസ്ഫർ ചെയ്യും. അവര് ട്രാൻസ്ഫർ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് സ്വർണമായിട്ട്, മറ്റൊന്ന് ഹവാല, കുഴൽപ്പണമായിട്ട്. ഈ രണ്ട് നെറ്റ്വർക്കുകൾ നടത്തണമെങ്കിൽ സാധാ ഗുണ്ടാ സംഘങ്ങൾക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെറിയ ഗുണ്ടാ സംഘങ്ങളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മുകളിൽ അവരെ നിയന്ത്രിക്കുന്നത് തീവ്രവാദ സംഘടനകളാണ്. കാരണം ഇത് അന്താരാഷ്ട്ര ബന്ധമുള്ളതാണ്. ആ അന്താരാഷ്ട്ര ബന്ധമുള്ള തീവ്രവാദ സംഘടനകളാണ് ഇതിനു വേണ്ടിയിട്ടുള്ള, ഇതിന്റെ ട്രാൻസ്പോർട്ടിങ്ങിന് സെക്യൂരിറ്റി കൊടുക്കുന്നതും ഇതിന്റെ ഫണ്ടിങ്ങിന് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് തീരം വഴിയുള്ള കള്ളക്കടത്തിനെ പ്രതിരോധിക്കാനാണ് കോസ്റ്റ് ഗാർഡിനെ ശക്തിപ്പെടുത്തുന്നത്. നേവിക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം ബോട്ടുകൾ അവർക്ക് അത്ര വലിയ പ്രയോജനമില്ല, കാരണം അവര് ആഴക്കടലിലാണ്. പക്ഷെ നേവിയും കോസ്റ്റ് ഗാർഡും വളരെ യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രതിരോധ വകുപ്പിന്, കോസ്റ്റ് ഗാർഡ് യഥാർത്ഥത്തിൽ ഹോം മിനിസ്റ്ററുടെ കീഴിലാണ്, പക്ഷെ അവർ യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. സദേൺ കമാൻഡിന്റെ കീഴിൽ തന്നെയാണ്, നേവൽ കമാൻഡിന്റെ കീഴിൽ തന്നെയാണ് ഇവരും വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൊരു ഏറ്റുമുട്ടൽ അവര് രണ്ട് വിഭാഗങ്ങൾ തമ്മിലില്ല. ഈ കോസ്റ്റ് ഗാർഡിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫാസ്റ്റ് പട്രോളിംഗ് വെസൽസ് അത് നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മളിപ്പോ പറഞ്ഞ H-561 യഥാർത്ഥത്തില് അതിന് മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയുണ്ട്. അത് വലിയ വേഗതയാണ് കടലില്. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് പട്രോളിംഗ് വെഹിക്കിൾസ് എല്ലാം തന്നെ ഏതാണ്ട് മണിക്കൂറിൽ 60 തൊട്ട് 80 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന കപ്പലുകളാണ്. അത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ ICGS അചൽ എന്ന ഒരു ഫാസ്റ്റ് പട്രോളിംഗ് വെഹിക്കിൾ, ഒരു ഫാസ്റ്റ് പട്രോളിംഗ് വെസൽ 51 മീറ്റർ നീളമുള്ള, അതിൽ ഡ്രോണുകളും ഒക്കെ പിന്നെ അതിൽ തന്നെ ഉണ്ട്. അപ്പൊ അത്തരം ഒരു വെസല് കോസ്റ്റ് ഗാർഡിന് കൈമാറി. ഇത്തരം ഇനി 19 എണ്ണം കൂടി ഇത്തരം നിർമ്മിച്ച് കോസ്റ്റ് ഗാർഡിന് കൈമാറും. 2 വെസൽ ഇപ്പൊ തന്നെ സീ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ നേവിയുടെ കണ്ണെത്താത്ത, നേവിയുടെ പട്രോളിങ്ങിന് പുറത്തുള്ള ഒരു സ്ഥലത്തുകൂടി ഏതെങ്കിലും ഒരു നുഴഞ്ഞുകയറ്റക്കാരന് അല്ലെങ്കിൽ വിദേശ സൈനിക ശക്തികളാവട്ടെ ഇന്ത്യയിലേക്ക് എത്തിയാൽ അവരെ പ്രതിരോധിക്കാനുള്ള രണ്ടാം നിരയായിട്ട് ഈ കോസ്റ്റ് ഗാർഡ് മാറിക്കൊണ്ടിരിക്കുക. ആധുനിക ആയുധങ്ങളെല്ലാം തന്നെ അവർക്കും ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ നേവിയുടെ ആധുനികവൽക്കരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, നേവിക്ക് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരേ സമയം 4 ആധുനിക കപ്പലുകളാണ് നേവിക്ക് കൈമാറിയത്. അതിലൊന്ന് ഈ തീരത്തോട് അടുത്ത പ്രദേശങ്ങളിൽ ഷാലോ വാട്ടർ സബ്മറൈൻ ഫൈറ്റിംഗ് ക്രാഫ്റ്റ് ആണ്. അതായത് ഈ തീരത്തിനോട് അടുത്ത സ്ഥലങ്ങളിൽ മിജറ്റ് സബ്മറൈൻ എന്ന് പറയുന്ന ചെറിയ അന്തർവാഹിനികൾ ഇപ്പോൾ ഉണ്ട്. അതായത് ഒരു 20-25 നാവികർ മാത്രമുള്ള അന്തർവാഹിനികൾ. ആ അന്തർവാഹിനികൾ പലപ്പോഴും റഡാറിന്റെ കണ്ണു വെട്ടിച്ച് അകത്ത് കയറാൻ സാധ്യതയുണ്ട്. ഇത്തരം അന്തർവാഹിനികളെ നേരിടാനായിട്ടുള്ള ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ വാർഫെയർ ക്രാഫ്റ്റ് നേവി വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ
നമ്മുടെ ആഴക്കടലിൽ നിന്നും അകത്തേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ശ്രമം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആധുനികവൽക്കരണങ്ങൾ ഇവിടെ നമ്മൾ നടത്തുന്നത്. ഇവിടെ ഈ ഞാനീ പറഞ്ഞ പോലെ കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെ ആകട്ടെ കള്ളക്കടത്തുകാരെ ആകട്ടെ ഒക്കെ തന്നെ ഈ ഹോവർ ക്രാഫ്റ്റ് ഉപയോഗിച്ച് പിന്തുടരാനും അവരെ ഒരു തരത്തിലും നേരത്തെ സർക്രീക്കിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോയിരുന്നു. അപ്പോൾ അത് ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു സംഗതി കൂടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചും കൂടി ഒന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു, ഈ സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ അവരുടെ സൈനിക വിന്യാസമൊക്കെ നടത്തിയിട്ടുണ്ട്. സർക്രീക്കിൻ്റെ ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചതുപ്പ് നിറഞ്ഞ മേഖലയായതുകൊണ്ട് നേവിയുടെ യാനങ്ങൾക്ക് അവിടെ കൃത്യമായി അവിടെ റോന്തിയുറ്റാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ വേനൽക്കാലത്ത് ആ ചളി നിറഞ്ഞ പ്രദേശത്തുകൂടി യുദ്ധ ടാങ്കുകൾക്ക് പോലും കടന്നു പോകാൻ പറ്റും എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത വളരെ പ്രശ്നമാണ്. അപ്പോൾ അവിടെ അത്തരം സ്ഥലങ്ങളിൽ ഈ ഹോവർക്രാഫ്റ്റ് പോലെയുള്ള സംഗതികൾ അതൊരു തുറുപ്പുചീട്ടാകും അല്ലേ സർ? തീർച്ചയായിട്ടും. സർക്രീക്ക് ഏറ്റവും ഒടുവിൽ സർക്രീക്കിന്റെ അതിർത്തി നിർണയം സംബന്ധിച്ച് പാകിസ്ഥാൻ തർക്കങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അതായത് ഇത് ഒരു ഇവിടെയുള്ള ഒരു നദി അല്ലെങ്കിൽ ഒരു തോട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നദി എന്ന് പറയാൻ പറ്റില്ല. ആ തോടിന്റെ ഇരുഭാഗവും രണ്ട് രാജ്യങ്ങൾക്കും എന്നുള്ള രീതിയിലായിരുന്നു മുൻപുള്ള വിഭജനം. പക്ഷേ തോടിന്റെ നടുക്ക് വെച്ചിട്ട് പക്ഷെ പാകിസ്ഥാൻ പലപ്പോഴും ഇത് തങ്ങളുടെ പ്രദേശമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ കയ്യേറ്റങ്ങളൊക്കെ നടത്താൻ തുടങ്ങുകയും അതിർത്തി ലംഘനം വരെ നടത്താനുള്ള ശ്രമം ഈ അടുത്ത കാലത്തുണ്ടായി. ശക്തമായിട്ട് ഇന്ത്യ തിരിച്ചടിച്ചു. അതേ തുടർന്ന് പാകിസ്ഥാൻ പിൻവാങ്ങി. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇതൊരു വലിയ സാധ്യതയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം കശ്മീർ അതിർത്തിയിലുമൊക്കെ അതിശക്തമായ പട്രോളിങ്, അതുപോലെ തന്നെ സ്മാർട്ട് ഫെൻസിങ്, പിന്നെ ഇതൊക്കെ നിലവിൽ വന്നപ്പോൾ പഞ്ചാബ് അതിർത്തിയിലെ കാശ്മീർ അതിർത്തി, രാജസ്ഥാൻ അതിർത്തി ഇതുവഴിയൊക്കെ നുഴഞ്ഞുകയറ്റം വലിയ ബുദ്ധിമുട്ടായി. അപ്പോഴാണ് ഈ സർക്രീക്ക് അവരുടെ ഒരു ഓപ്ഷനായിട്ട് അവരുടെ മുന്നിൽ വരുന്നത്. യഥാർത്ഥത്തില് ഈ മുംബൈ തീവ്രവാദ ആക്രമണം നടന്ന കാലത്ത് 2009 ഈ സർക്രീക്കില് അവിടെ കൊണ്ട് അവിടെയാണ് ആദ്യം ഇവര് പാകിസ്ഥാൻ ബോട്ടിൽ എത്തിയത്. എന്നിട്ട് ആ ബോട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് ചെറിയ ബോട്ടുകളിൽ കയറിയാണ് പിന്നീട് അവര് ഈ ഇന്ത്യയുടെ ബോംബെ തീരത്തേക്ക് എത്തിയതും ബോംബെയുടെ തീരപ്രദേശങ്ങളിൽ മഹാരാഷ്ട്രയുടെ തീരത്ത് അവർ ഇറങ്ങിയിട്ടാണ് മുംബൈ നഗരത്തിലെത്തി ഭീകരാക്രമണം നടത്തിയത്. അപ്പോ സർക്രീക്കിന്റെ പ്രയോജനം ഒരിക്കലും അവർ മനസ്സിലാക്കിയതാണ്. പക്ഷെ നമുക്കിത് ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ ആക്രമണം നടത്താൻ അവർക്കും ബുദ്ധിമുട്ടുണ്ട് ഈ പ്രദേശം. ഇതാണ് അവരെ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. പക്ഷെ ഇപ്പോഴവര് അവരും ഓവർക്രാഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് അവർ നിർമ്മിക്കുന്നില്ല. പക്ഷെ അവര് ചൈനയുടെ പക്കൽ നിന്നും ഓവർക്രാഫ്റ്റ് വാങ്ങിച്ചു. അങ്ങനെ 2 ഹോവർക്രാഫ്റ്റുകൾ ഇപ്പൊ പാകിസ്ഥാന്റെ കൈവശമുണ്ട്. അപ്പോ ഇത് മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ ഈ ഒരു തദ്ദേശീയമായിട്ട് തന്നെ ഓവർക്രാഫ്റ്റുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത്. സ്വകാര്യ കമ്പനി അത് വളരെ കൃത്യമായിട്ട് നിർമ്മിച്ചു. അത് വളരെ വിജയകരമായിട്ട് എല്ലാ പരീക്ഷണവും കഴിഞ്ഞു. അത് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമായി തൽക്കാലം അത് ഇപ്പോ 6 എണ്ണമാണ് ഈ വരുന്ന ഒരു 4-5 മാസത്തിനുള്ളിൽ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമാകുന്നത്. അത് 3 എണ്ണം ബംഗാൾ ഉൾക്കടലിലും ബംഗ്ലാദേശ് അതിർത്തിയിലും അതുപോലെ 3 എണ്ണം ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലുമായിരിക്കും. വരും ദിവസങ്ങളിൽ 12 പുതിയ ക്രാഫ്റ്റുകളിലൂടെ നിർമ്മിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് വാർത്തകൾ വന്നത്. അതിൽ കൂടുതലും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തായിരിക്കും വിന്യസിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ചും ഗുജറാത്തിന്റെ ഈ പറഞ്ഞ സർക്രീക്ക് ഉൾപ്പെടെയുള്ള തീരത്ത്. എന്തായാലും ശരി, ഈ കോസ്റ്റ് ഗാർഡിന്റെ ഈ ഒരു ശക്തിപ്പെടല് തീർച്ചയായിട്ടും ഇന്ത്യയെ തീവ്രവാദത്തിൽ നിന്നും അതുപോലെ സാമ്പത്തിക ആക്രമണങ്ങളായിട്ടുള്ള മയക്കുമരുന്ന് അതുപോലെ സ്വർണ്ണ കള്ളക്കടത്ത് ലോബികളിൽ നിന്നും തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ നമ്മളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി നമസ്കാരം.